ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് ബിജെപിയിൽ ചേർന്നു എന്ന വിവരങ്ങൾ. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് ഏതാനും അല്പസമയം മുൻപ് റെജി ലൂക്കോസ് അംഗത്വം സ്വീകരിച്ചത്. ചാനൽ ചർച്ചകളിൽ നമ്മളൊക്കെ കാണാറുണ്ട്, ഇടതുപക്ഷത്തെ വളരെ ശക്തമായ രീതിയിൽ പ്രതിനിധീകരിക്കുന്ന ആളാണ് റെജി ലൂക്കോസ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ, ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. ബിജെപിയിൽ ചേർന്ന ശേഷം റെജി ലൂക്കോസ് പറഞ്ഞ ആദ്യത്തെ വാചകം എങ്ങനെയാണ്? കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം, പുതിയ തലമുറ നാടുവിടുന്നു, അവരെ ഇവിടെ പിടിച്ചു നിർത്തണം. പഴയ ദ്രവിച്ച ആശയങ്ങളുമായി ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് ഒരു വൃദ്ധസദനമായി മാറുമെന്ന് റെജി ലൂക്കോസിന്റെ വാക്കുകൾ. ബിജെപിയുടെ ദേശീയ നേതൃത്വത്തിൽ അദ്ദേഹം വളരെയധികം ആകൃഷ്ടനാണ്. ബിജെപിയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും തന്നെ വളരെയധികം നാളുകളായി സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് റെജി ലൂക്കോസ് പറയുന്നത്. ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ വികസനം തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വികസനമില്ല എന്ന് പറയുന്നില്ല, ബിജെപി വർഗീയവാദികളാണ് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ എന്റെ പാർട്ടി എന്ന് അദ്ദേഹം ഇടതിനെ സൂചിപ്പിക്കുന്നു. എന്റെ പാർട്ടി കുറച്ചു മാസങ്ങളായി നടത്തിവരുന്നത് വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അതെന്നെ വേദനിപ്പിച്ചു. കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ വികസന ആശയങ്ങളും എന്നെ സ്വാധീനിച്ചു. ഞാനൊരു CPM അംഗമായിരുന്നു, അത് ഇതോടെ അവസാനിപ്പിച്ചു എന്നാണ് റെജി ലൂക്കോസ് പറയുന്നത്. കഴിഞ്ഞ 35 വർഷങ്ങളായി അദ്ദേഹം ഇടതുപക്ഷത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന, ഇടതുപക്ഷത്തിനു വേണ്ടി വാദിച്ചിരുന്ന, ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തെ പ്രൊമോട്ട് ചെയ്തിരുന്ന, സജീവമായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് റെജി ലൂക്കോസ്. അദ്ദേഹത്തിന്റെ ഈ ഒരു മാറ്റം അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ബിജെപിയുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നുള്ളതും ഇടതുപക്ഷ സഖാക്കന്മാരുടെ ഇടയിൽ ബിജെപിയുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നുള്ളതും അതിലുപരിയായി ദേശീയ നേതൃത്വത്തിന്റെ പ്രവർത്തികൾ, ദേശീയ നേതൃത്വത്തിന്റെ വികസന പദ്ധതികൾ അത് രാജ്യമെമ്പാടും ആകർഷിക്കുന്നത് പോലെ, രാജ്യമെമ്പാടുമുള്ള ജനങ്ങളെ സ്വാധീനിക്കുന്നത് പോലെ കേരളത്തിലും സ്വാധീനം ചെലുത്തി തുടങ്ങി എന്നതിന്റെ ഏറ്റവും ശക്തമായ തെളിവാണ്. കുറെ നാളുകളായി തന്റെ ഉള്ളിൽ ബിജെപിയുടെ ആശയമുണ്ട്. കേരളത്തിൽ ബിജെപി അധികാരം ലഭിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ബിജെപി അംഗത്വം സ്വീകരിച്ച ശേഷം റെജി ലൂക്കോസ് താൻ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആ പ്രസ്ഥാനവുമായി തനിക്കുള്ള എതിരായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ വെളിപ്പെടുത്തുന്നത്. എന്തായാലും കേരളത്തിലുള്ള ഓരോ നേതാക്കന്മാർക്കും, അത് ഇന്ന രാഷ്ട്രീയം എന്ന് പറയുന്നില്ല, ഓരോ നേതാക്കന്മാർക്കും നേരം വെളുത്തു തുടങ്ങി എന്ന് തന്നെയാണ് പറയേണ്ടത്. ഏത് രാഷ്ട്രീയത്തിലായാലും, ഒരു രാഷ്ട്രീയം മോശമാണ് എന്ന് പറയുന്നില്ല, ഏത് രാഷ്ട്രീയത്തിൽ നിന്നാലും രാജ്യത്തിനു വേണ്ടി, സ്വന്തം സംസ്ഥാനത്തിനു വേണ്ടിയൊക്കെ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ ആർക്ക് ചെയ്യാൻ സാധിക്കും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് ഈ നേതാക്കളൊക്കെ വ്യക്തമാക്കുകയാണ്. ദേശീയ നേതൃത്വം, അതായത് നരേന്ദ്രമോദി ഭരിക്കുന്ന സർക്കാരിന്റെ ആ ഒരു നേതൃത്വം രാജ്യത്താകമാനം സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ സ്വന്തം സംസ്ഥാനത്തും വരണമെന്ന് പലരും മാറി ചിന്തിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കിട്ടിയത്. ബിജെപി ഇവിടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു അക്കൗണ്ട് പോലും തുറക്കില്ല, സംപൂജ്യരായി തന്നെ തുടരുമെന്ന് പറഞ്ഞവർക്കുള്ള ഏറ്റവും വലിയ ഒരു അടിയായിരുന്നു തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ബിജെപിക്ക് ലഭിച്ചത്. അതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്നത് ശരിക്കും ദേശീയ നേതൃത്വം കൊണ്ടുവരുന്ന വികസനങ്ങൾ മറ്റ് ഭാഗങ്ങളിലേക്കും കേരളത്തിന് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കുന്നു എന്നതിന്റെ ശുഭസൂചകമായ തെളിവുകളാണ്. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ, അത് രാഷ്ട്രീയത്തിന്റെ പേരിലല്ല, വികസനത്തിന്റെ പേരിൽ ജനം ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് റെജി ലൂക്കോസിന്റെ ഇടതുപക്ഷത്തു നിന്നുള്ള ഈ പുതിയ രംഗപ്രവേശം. ന്യൂസ് ഡെസ്ക് കർമാനസ്.